ഇത് യഹോവയുണ്ടാക്കിയ ദിവസമെന്ന് നാം സന്തോഷിച്ചു ആനന്ദിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനാൽ നിങ്ങൾക്ക് തരും. എന്റെ പിതാവിന്റെ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തുനിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് എന്ന നന്മ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് ഇറക്കി അവരെ അഭിഷേകം ചെയ്ത ബലപ്പെടുത്തി ദൗത്യ നിർവഹണത്തിനായി അയച്ച സർവശക്തനായ കർത്താവേ, ആ പെന്തക്കോസ്ത് ദിനത്തെ ഞങ്ങൾ ഓർക്കുന്ന ഈ ദിനം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കൂടി വന്ന് അങ്ങയുടെ നാമത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, അങ്ങയുടെ കൃപയിൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ, അങ്ങയുടെ നാമത്തിന്റെ മുമ്പിൽ വിനയപ്പെടുവാൻ ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ 2-3 പേർ കൂടുന്നവരുടെ മധ്യത്തില് അങ്ങയുടെ സാന്നിധ്യം അയക്കുമെന്ന് വാക്കു ചെയ്ത സ്വർഗസ്ഥ പിതാവ്, ഇന്നത്തെ ആരാധനയുടെ ദൈവികമായ സാന്നിധ്യം അങ്ങ് അയച്ചു. അങ്ങ് ഈ ആരാധന അനുഗ്രഹിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവനായ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തായിരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനായി ആരാധിക്കുവാനായി കഴിയുന്നില്ല എങ്കിലും വിവിധ ഭവനങ്ങളെ ആരാധനാലയമാക്കിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തോടുകൂടി ആരാധനയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ആരാധനകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവകൃപ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി ഞങ്ങളെ അങ്ങയുടെ ദിവ്യമായ ശക്തിയാൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, വായിച്ചു കേൾക്കുന്ന വേദഭാഗ സത്യങ്ങള്, ഞങ്ങൾ ചിന്തിക്കേണ്ടതായ അങ്ങയുടെ തിരുവചനങ്ങള്, അർപ്പിക്കുന്ന യാചനകളെല്ലാം സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ ആത്മീയമായി ബലപ്പെട്ട ക്രിസ്തുയേശുവിൽ ജീവിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആരാധനയുടെ മധ്യത്തിൽ ഏതൊരുവിധമായ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ കൂടാതെ ദൈവകൃപയോടുകൂടി അങ്ങ് നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. തിരുകൃപ കൂടെ ഇരിക്കണം. പങ്കെടുത്തിരിക്കുന്നവർക്കായി സ്തോത്രം. പങ്കെടുക്കേണ്ടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ഈ ആരാധനയിൽ സഹകരിക്കുവാൻ നിന്റെ മക്കളെ ഒരുക്കി കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. നസ്രേനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 63-ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 63. Be on the night.
ശ്രദ്ധിക്കാം സ്തുതിലിത്താനികൾ. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ആഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചൊല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ. അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേതോ, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുകരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നമ്മോടെ മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈകളിലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിനും നാം ചെയ്തു പോയ പലവിധമായ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും മനസ്സുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വകീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കി തിരുമുഖം അന്വേഷിച്ചുകൊണ്ട് ആ സ്വകീയ പിതാവിന്റെ മുമ്പിൽ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഹനനയാങ്ങൾ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ് ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുന്നില്ല. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്നു അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ചു ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയും. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. അതേ പ്രിയമുള്ള ദൈവസഭയെ, നമ്മുടെ ജീവിതങ്ങളെ നാം ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ കുറവുകളെ നമുക്ക് ഉണർത്തിത്തരുന്ന ആ ദൈവാത്മാവിന് നാം കീഴ്പ്പെടുമ്പോൾ, നമ്മുടെ ബലഹീനതകളെ നമുക്ക് ഉണരുവാനും ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ നിന്ന് നിരപ്പ് പ്രാപിപ്പാനുമായി കഴിയുമല്ലോ. അതുകൊണ്ട് മനഃപൂർവമായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് അനുതാപപൂർവം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. ദൈവസന്നിധിയിലോ പാപം ചെയ്ത് ദുഃഖിതനായിരുന്ന ദാവൂദ് രാജാവ് അനുതാപപൂർവം പ്രാർത്ഥിച്ചതുപോലെ മനസ്സിന്റെ ഉള്ളങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന അനുതാപത്തിന്റെ പ്രാർത്ഥനയായി ആരാധനക്രമം 11-ാം പുറത്തുള്ള അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ആരാധനക്രമം 11-ാം പുറം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബൗദ്ധപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴിഞ്ഞ വർത്തിയും പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുന്നിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനായി ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതെന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനിൽ നിന്ന് എടുക്കുകയും അരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ടോ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിനു മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിനു തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ചോ നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മിതിർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവും പാപമോചനവും മാപ്പും ജീവിത പുതുക്കത്തിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നതോർത്തു മറിയ ദൈവസന്നിധിയിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയതുപോലെ ആരാധക്രമം 18-ാം പുറത്തുള്ള മറിയയുടെ പാട്ട് നമുക്ക് ഉപയോഗിക്കാം. ആരാധനക്രമം 18-ാം പുറം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളിലും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സർവശക്തന് എനിക്ക് വലിയ വാഴ്ച ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ പൂജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. വിജയവിചാരത്തിൽ അലങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനം നിറക്കി ദാനവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചോ. സമ്പന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ അബ്രഹാമിനും എന്റെ സന്തതിക്കും എന്നേക്ക് കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. Amen.
നാം നിൽക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 104 24 മുതൽ 35 വരെയുള്ള ഭാഗം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 104 24 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യദാനുണ്ട്. തക്ക സമയത്ത് നീ കിട്ടേണ്ടത് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിന് അവ പെരുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലെപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ആരാധനക്രമം 20 പുറത്തുള്ള കൽപ്പനകൾ നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തന്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കെങ്കിലും വരുന്നു. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായി എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ചു നീ വേലയൊക്കെയും ചെയ്യുക. എന്നാൽ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ പിതാവിനെ നിന്റെ മാതാവിനെ ബഹുമാനിക്കാം. കൊല ചെയ്യരുതോ, വ്യഭിചാരം ചെയ്യരുതോ, മോഷ്ടിക്കരുതോ, കള്ളസാക്ഷി പറയരുതോ, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. പ്രവാചകന്റെ പുസ്തകം 37 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരത്തിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയുന്നത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കും. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വയ്ക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വയ്ക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്.
അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിനെ അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവൻ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ച് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉടനെ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തേക്കുള്ള പഴയ വേദഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം കിരീടക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ധരിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇതോടെ ലേഖനത്തേക്കുള്ള ലേഖന വേദഭാഗം വായിച്ചു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. Say
നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ്ക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെ കുറിച്ചും തന്നെ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി ഈ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ആരാധനകളിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തെ നമുക്ക് ഓർക്കാം. എത്രയോ പേർക്ക് ലഭിക്കാതെ പോയ ഈ ഒരു മഹൽ ഭാഗ്യമാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇന്ന് നൽകിയിരിക്കുന്നത്. പലരും രോഗത്താൽ വേദനകളുടെ മധ്യേ, വേർപാടിന്റെ മധ്യേ ആയിരിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തെ നമുക്ക് ഓർക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? അപ്രകാരം തന്നെ ഈ ആരാധനകൾക്ക് നിദാനമായിരിക്കുന്ന വെസ്റ്റ് ഡൽഹി മലയാളം കോൺഗ്രിഗേഷനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. സഭാ കമ്മിറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ അധ്യക്ഷനെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ നടന്നു വരുന്നതായിട്ടുള്ള എല്ലാ സംഘടനകളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ ഓരോ വിശ്വാസ കുടുംബത്തെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? അതുപോലെ തന്നെ ഓരോ കുഞ്ഞുമക്കളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡൽഹി റീജിയണൽ മിഷന്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മായാപുരി, കൃപി പ്ലേസ്, ഹോറ കോളനി, രാംപുര, സംഗംപാർ എന്നീ ഗ്രാമങ്ങളിൽ ഈ നാളുകളിൽ നടന്നു വരുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? പ്രത്യേകിച്ച് കൃപി പ്ലേസിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ പ്രാർത്ഥനാലയത്തിന്റെ പണികൾക്കായി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി ആ ദേവാലയം
അവിടുത്തെ മക്കൾക്കായി തുറന്നു നൽകുവാൻ ദൈവം സഹായിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ നമുക്ക് ദക്ഷിണ കേരള മഹായിടവകയെ നമുക്ക് ഓർക്കാം. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ മോഡറേറ്റർ തിരുമേനിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ഭരണാധികാരികൾക്കായി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡയോസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഓരോ സഭകൾക്ക് വേണ്ടി, ഓരോ അച്ഛന്മാർക്ക് വേണ്ടി, ഓരോ ബോർഡുകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദേശത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ദേശം വലിയൊരു മഹാമാരിയിൽ ആയിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ ലഭിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ നാം അറിയാതെ അനേക മക്കൾ പലവിധമായ രോഗത്തിന്റെ ഭാരത്താൽ വേദനകളോടുകൂടി ആശുപത്രികളിലും വീടുകളിലുമായി ഈ നാളുകളിൽ കഴിയുന്നു. ആ ഓരോ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? പ്രത്യേകിച്ച് ശ്രീച്ചു എന്ന് പറയുന്ന ഈ സഹോദരനെ നമുക്ക് ഓർക്കാം. ജാസ്മിൻ സിസ്റ്ററിന്റെ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജാസ്മിൻ സിസ്റ്ററിനെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങൾ അനന്യവും അവർണ്യവുമേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങൾ അനന്യവും അവർണ്യവുമേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. ഇത്രത്തോളം കരുതിയവൻ ജയത്തോടെ നടത്തുമവൻ. ഇത്രത്തോളം കരുതിയവൻ ജയത്തോടെ നടത്തുമവൻ. എന്നുമെന്നും തന്റെയാ അളവില്ലാതെ തരുമെനിക്ക്. എന്നുമെന്നും തന്റെയാ അളവില്ലാതെ തരുമെനിക്ക്. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങൾ അനന്യവും അവർണ്യവുമേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങൾ അനന്യവും അവർണ്യവുമേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ജീവനുള്ളപ്പ, അനുഗ്രഹപ്രദമായിരിക്കുന്ന ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതവേളയിൽ അടിയങ്ങൾക്ക് ഒരു മനസ്സോടുകൂടി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും തിരുനാമത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കാനുമായി നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എത്രയോ പേർക്ക് ലഭിക്കാതെ പോയ ഒരു മഹൽ ഭാഗ്യമാണ് പാപികളും ദോഷികളുമായിരിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നു. അപ്പ കർത്താവെ, അടിയങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള മുഴുവൻ സമയവും
പൂർണ്ണ മനസ്സോട് പൂർണ്ണാത്മാവോട് കൂടെ തന്നെ കർത്താവെ പങ്കെടുക്കുവാൻ, കർത്താവെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ, കർത്താവ് തിരുവചന സത്യങ്ങളെ ശ്രദ്ധയോടുകൂടെ ശ്രവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ ഈ ആരാധന കർത്താവെ പ്രിയ മക്കളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലങ്ങൾ വിളയുവാൻ, കർത്താവ് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർക്കുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഈ ആരാധന പങ്കെടുക്കുവാൻ നിദാനമായിരിക്കുന്ന കോൺഗ്രിഗേഷന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും അവിടുത്തെ സാന്നിധ്യത്താൽ അങ്ങ് വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ സഭാ അധ്യക്ഷന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ഇത്രത്തോളം അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു. സഭയുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അച്ഛന് കൊടുത്തിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ അപ്രകാരം തന്നെ കർത്താവെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭാ സെക്രട്ടറിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയുടേതായിട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രിയ മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥനയോടുകൂടെ കർത്താവെ സന്തോഷത്തോടുകൂടെ ചെയ്യുവാൻ പ്രിയ മക്കളെ അവിടെ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവെ ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പിതാവേ. അവരെല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സമയം കർത്താവെ പ്രിയ രാജ് സാറിന്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിർവിൻ സാറിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. സംഗീത സിസ്റ്ററിന്റെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സുബിൻ സാറിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിഷാൻ സാറിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആനന്ദ് സാറിന്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് അടികൾ സമർപ്പിക്കുന്നു പിതാവേ. ആഷ്ന സിസ്റ്ററെ കുടുംബത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്രകാരം തന്നെ കർത്താവേ അബിൻ ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. സീന ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരെല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവേ ഞങ്ങൾ ജോസ്ന ഡോക്ടറിന്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ പിതാവേ. അവരെല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചിറകിന്റെ മറവിൽ പ്രിയ മക്കളെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ കർത്താവേ ദൈവിക സ്നേഹത്തെ അനുഭവിപ്പാൻ, ദൈവിക കരുതലിനെ അനുഭവിപ്പാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവർക്കെല്ലാം ദാനമായി കൊടുത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. അവരെല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ബാലാധിഷ്ഠിതമാകുന്ന രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നെല്ലാം പ്രിയ മക്കളെ അവിടെ ഞങ്ങൾ വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ ഞങ്ങളുടെ സഭയിൽ നടന്നു വരുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ സംഘടനകൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്തു പിതാവേ. സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ മക്കളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്രകാരം തന്നെ കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡൽഹി റീജിയണൽ മിഷന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്തു പിതാവേ. ഇന്നയോളം കർത്താവ് വഴി നടത്തിയ എല്ലാ കൃപകളെയും ഓർത്ത് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് കൂടെ ഉണ്ടായിരുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു പിതാവേ. ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഓരോ ഫീൽഡുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ ആയിരിക്കുന്ന ഓരോ വിശ്വാസ കുടുംബത്തെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവേ അടിയങ്ങൾക്ക് ഇപ്പോൾ അവിടെ കടന്നു പോകുവാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നുവല്ലോ. എല്ലാം അറിയുകയും ചെയ്ത പിതാവ് അവിടെ മധ്യേ ഞങ്ങൾ പ്രവർത്തിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവ് വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ, അങ്ങിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രിയ മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ കർത്താവേ അനേക മക്കൾ കർത്താവേ പലവിധമായ രോഗത്തിന്റെ ഭാരത്താൽ വേദനകളോടുകൂടെ ആയിരിക്കുന്നുവല്ലോ. ആ ഓരോ മക്കളെ ഈ സമയം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്താലാണ്, ഏത് വേദനകളോടുകൂടെയാണ് കർത്താവേ പ്രിയ മക്കളായിരിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നില്ല. കർത്താവെ
സകലതും കാണുകയും അറിയുകയും ചെയ്യുന്ന പിതാവ്, പ്രിയ മക്കൾക്ക് ഒരു വിടുതൽ അവിടെ ഞങ്ങൾ നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത് ഞങ്ങൾ വിളിക്കുമ്പോൾ കർത്താവ് സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ കർത്താവ് ആയിരിക്കുന്നു എന്നുള്ള കർത്താവ് സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അങ്ങ് ചെയ്യുന്ന എല്ലാ മുഖാന്തരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം തന്നെ കർത്താവ് ഞങ്ങൾ ദക്ഷിണേന്ത്യ മഹായിടവയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ മോഡറേറ്റർ തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയോട് പ്രാർത്ഥനയോടുകൂടെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തിരുമേനെ അവിടെ ഞങ്ങൾ സഹായിക്കുന്നതിനായിട്ട് അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയോട് കൂടെ കർത്താവ് ചേർന്ന് നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, എല്ലാവർക്കും ഒരു മനസ്സോടെ ഏകതയോടുകൂടെ തന്നെ കർത്താവെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടെ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ഞങ്ങളുടെ നടന്നു വരുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും അവിടെ ഞങ്ങൾ കാണുന്നതിനെ ഓർത്ത് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അതെല്ലാം എത്രയും വേഗം തുടച്ചു മാറ്റുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു മനസ്സോടുകൂടെ കർത്താവേ ആയിരിക്കാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ അങ്ങ് കൃപകൾ അങ്ങ് നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്രകാരം തന്നെ കർത്താവ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഓരോ സഭകൾക്ക് വേണ്ടി, ഒരു അച്ഛന്മാർക്ക് വേണ്ടി കർത്താവേ, ഒരു ഐമേന്മാർക്ക് വേണ്ടി, ഉപദേശിമാർക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാം അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരം മാത്രം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇടയാൻ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. പിതാവ്, ഞങ്ങളുടെ ബോർഡ് ഫോർമേഷനെ കർത്താവ് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബോർഡ് ഫോർമേഷൻ നേതൃത്വം നൽകുന്നതായിട്ടുള്ള പ്രിയ ഡയറക്ടർ, സെക്രട്ടറി, കർത്താവ് ഓരോ സ്റ്റാഫുകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കണം. അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രിയ മക്കളെ അവിടെ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവെ ബോർഡ് ഫോർമേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള 650 മിഷണറിമാരെ ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവെ ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ആയതുകൊണ്ട് പ്രിയമക്കൾ അവിടുത്തെ വേല ചെയ്യുമ്പോൾ അവരോട് കൂടെ ഇരിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമക്കൾ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നിരിക്കുന്നത്. കർത്താവെ, അവിടുത്തെ എല്ലാ പ്രതികൂലങ്ങളെയും അവിടെ നിങ്ങൾ അനുകൂലമാക്കി അങ്ങ് നൽകുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കൾ കടന്നു പോകുന്നതായിട്ടുള്ള ഗ്രാമം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവ് പ്രിയമക്കൾ കണ്ട് സംസാരിക്കുന്നതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ അങ്ങിലേക്ക് കർത്താവെ തിരിയുവാൻ അവിടെ നിങ്ങൾ ഇടയാക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്രകാരം അങ്ങ് ചെയ്ത എല്ലാ മുഖാന്തരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ ഈ സമയം കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദേശം കർത്താവ് ഇതൊരു വലിയൊരു മഹാമാരിയിലായിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ എന്റെ അപ്പൻ ഞങ്ങൾ നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയുന്ന പലരും കർത്താവെ ഇന്ന് ഈ രോഗാവസ്ഥയിലായി കഴിയുന്നുവല്ലോ പിതാവെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്തെ പുണ്യകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പിതാവെ, അവിടുത്തെ അത്ഭുതകരമാകുന്ന കരം പ്രിയ മക്കളുടെ മേലങ്ങ് തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരിപൂർണമാകുന്ന ഒരു സൗഖ്യത്തെ അവിടെ ഞങ്ങൾ പ്രദാനം ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അപ്രകാരം ചെയ്ത എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം തന്നെ കർത്താവ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. ഈ നാളുകളിൽ രോഗാവസ്ഥയിൽ ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പിതാവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സമയം ശ്രീജു എന്ന് പറയുന്ന ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഒരു മനസ്സോടുകൂടെ കർത്താവെ പ്രിയ മകനെ ഞങ്ങൾ അവിടുത്തെ കുഞ്ഞു കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം അവിടെ ഞങ്ങൾ കാണുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവെ, ഒരു പരിപൂർണമാകുന്ന ഒരു വിടുതൽ എന്റെ അപ്പൻ ഞങ്ങൾ നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശരീരത്തിലായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അങ്ങ് തുടച്ചു മാറ്റുമാറാകണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാൽവരി ക്രൂശിൽ ചെയ്ത ചുടിച്ചോര കൊണ്ട് കർത്താവെ അവിടെ ഞങ്ങൾ കഴുകണമേ, അങ്ങ് ശുദ്ധീകരിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഒരു സൗഖ്യത്തെ അവിടെ ഞങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവ് രോഗാവസ്ഥയിൽ കഴിയുന്ന പ്രിയ ജാസ്മിൻ സിസ്റ്ററിന്റെ പപ്പയ്ക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദിലി സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെല്ലാം അവിടെ ഞങ്ങൾ കാണണമേ കർത്താവേ. ആയിരിക്കുന്ന അവസ്ഥകൾ എവിടെ ഞങ്ങൾക്ക് അറിയുന്നതിനെ ഓർത്ത് സ്തോത്രം. അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ എന്റെ അപ്പനെ നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമാവുന്ന രോഗസൗഖ്യം ലഭിച്ചുകൊണ്ട് കർത്താവേ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് അവിടുത്തെ മുന്നിൽ കർത്താവ് ജീവിക്കുന്ന ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ അവിടെ ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ,
പ്രകാരം അങ്ങ് ചെയ്ത എല്ലാ മുഖാന്തരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. പ്രകാരം തന്നെ കർത്താവ് ഈ നാളെ ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദിലിസിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. ഇരുവരും കർത്താവേ, ശാരീരികമായ പലവിധമായ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി നിങ്ങൾ അറിയുന്നുവല്ലോ. അതിൽ നിന്നെല്ലാം എന്റെ അപ്പനെ ഒരു വിടുതൽ അങ്ങ് നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമാകുന്ന ബലങ്ങൾ നൽകി അവിടുന്ന് അങ്ങ് ശക്തീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ജീവിതങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവ് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന അനേക മക്കളുണ്ടല്ലോ കർത്താവെ, അവരെയും ഞങ്ങൾ ഈ സമയം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരുന്ന അനുഗ്രഹങ്ങൾ നൽകി അവരെ അവിടെ നിന്ന് മാനിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്രകാരം തന്നെ കർത്താവ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി കാത്തിരിക്കുന്നവർ, ഒരു ഗവൺമെന്റ് ജോലിക്കായി പ്രവേശിക്കുവാനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവിടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇതിന്റെ എല്ലാം അവിടെ തന്നെ സാധീകരിച്ച് അങ്ങ് കൊടുക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം എല്ലാ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ പൊന്നു കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, പ്രത്യേകിച്ച് ആരാധനകൾക്ക് ഈ നാളുകൾ നേതൃത്വം നൽകുന്ന നമ്മുടെ അച്ഛന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനം സംസാരിക്കുന്ന അച്ഛൻ അവിടെ ഞങ്ങൾ ബലപ്പെടുത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് തന്നെ കൂടെ ഇരിക്കണമേ. അച്ഛന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കേൾക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ 30, 60, 100 മേനി ഫലങ്ങൾ വിളയുവാൻ കർത്താവ്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അങ്ങിലേക്ക് കൂടുതലായി അടുക്കുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ വചനം എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്രകാരം അങ്ങ് ചെയ്ത എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ തുടർന്നുള്ള സമയവും അവിടുത്തെ സാന്നിധ്യത്താൽ അങ്ങ് വഴി നടത്തണം. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതല്ലോ. ആമേൻ. തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെന്ന ദാനം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗീയ ദൈവമേ, ഈ പെന്തക്കോസ് ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കൂടുവാൻ, ദൈവവചനങ്ങളെ ഞങ്ങൾക്ക് ശ്രവിക്കുവാൻ, തിരുനാമത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വിനയപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പിതാവേ, ഈ വചനം അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതേ ആത്മാവിനാൽ നീ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരയണമേ. വചനം ശ്രവിച്ചു ജീവിതങ്ങളിൽ രൂപാന്തരത്തോടുകൂടെ, ഒരു പുതിയ അനുഭവത്തോടുകൂടെ
ഞങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുവാനും ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നിലനിൽക്കുവാനും ഈ വചന കേൾവിയിൽ കൂടെ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ അങ്ങയുടേതോ, കേൾക്കുന്ന പ്രിയരും അങ്ങയുടേതോ. ദൈവകൃപയിൽ ഞങ്ങൾ വഹിച്ചു അങ്ങ് വെളിപ്പെടണം. ക്രിസ്തുവേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ് ദിനത്തിലോ ഈ വിശുദ്ധമായ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭ പെന്തക്കോസ് ദിനമായിട്ടോ ഈ നാളിൽ ഇന്ന് ആഘോഷിക്കുകയാകുന്നുവല്ലോ. ദക്ഷിണേന്ത്യ സഭ ഒന്നടങ്കം ഇന്ന് ചിന്തയ്ക്കായിട്ടോ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കണമേ എന്ന വിഷയമാവുന്നു. കം ഹോളി സ്പിരിറ്റ് റിന്യൂ us. പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കണമേ എന്ന് ഇന്നത്തെ പാഠഭാഗ ചിന്തയിൽ കൂടെ നമ്മുടെ ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴോ പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കണമേ എന്നുള്ള ചിന്തകൾ നമുക്കതിൽ നിന്ന് രൂപപ്പെട്ടു വരുവാനായിട്ടോ സാധിക്കും. സങ്കീർത്തനങ്ങളുടെ 104-30 വചനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നീ നിന്റെ ശ്വാസത്തെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അപ്രകാരം തന്നെ ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചോ അനുഷ്ഠിക്കും. നോക്കുക, സഭ ഇന്ന് പെന്തക്കോസ് ഞായറായി ആചരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്ന രൂപാന്തരത്തിന്റെ ശുശ്രൂഷ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദിനത്തെ സഭ ഒരു ആഘോഷമായിട്ടോ ആഘോഷ സുദിനമാക്കി തീർക്കുന്നത്. എന്തുകൊണ്ടാണ് സഭയ്ക്കോ ഈ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത? ഇല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഭ ചേരേണ്ടതായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ സഭ ശക്തിപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോഴോ നാം ഇന്ന് ചിന്തിക്കുന്ന ഭാഗങ്ങളിൽ കൂടെ ഇതിനുള്ളതായ ഉത്തരം നമുക്ക് ലഭിക്കുവാനായിട്ടോ സാധിക്കും. എന്താണ് പെന്തക്കോസ് ദിനമെന്നും അതിന്റെ പ്രാധാന്യം എന്തോ എന്നും നാം ഇന്നലത്തെ ദിനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞുവെങ്കിലും ഞാൻ അതിന്റെ ഒരു തുടരുന്ന അവസ്ഥ ഇതിന്റെ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് ഇത് നിദാനമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ ചുരുക്കമായി നിങ്ങളുടെ അടുക്കൽ വിവരിക്കുവാനായിട്ടോ ആഗ്രഹിക്കുന്നു. നാം അറിയുന്നത് പോലെ പെന്തക്കോസ് എന്ന് പറയുന്നത് 50-ാം ദിവസം എന്നാണ് അതിനർത്ഥമാകുന്നത്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇത് ഒരുപോലെ ആഘോഷ സുദിനമാക്കുകയാണ്. ഇസ്രായേലർക്ക് മോശയിൽ കൂടെ ദൈവം കൽപ്പിച്ചു നൽകിയ 3 പ്രധാനപ്പെട്ടതായിട്ടുള്ള ആഘോഷങ്ങളാണ്. 1 പെസഹ, 2 പെന്തക്കോസ്, 3 കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളിലും ഒരു യഹൂദൻ എവിടെയായിരുന്നാലും അവൻ ആ ദിനങ്ങളില് അവൻ ആലയത്തിൽ യെരൂശലേമിലേക്ക് വന്ന് ഈ ഉത്സവങ്ങൾ ആചരിക്കണമെന്നുള്ള നിയമം ഇസ്രായേലർക്ക് മോശയിൽ കൂടെ ദൈവം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊയ്ത്ത് പെരുന്നാൾ എന്നാണ് ഈ പെന്തക്കോസ് ദിനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് വാരോത്സവ പെരുന്നാൾ എന്നും അറിയപ്പെടുന്നുണ്ട്. സംവത്സരത്തിലെ 3 ഉത്സവങ്ങളിലും ഈ ഉത്സവത്തെ അവർ അതിശ്രേഷ്ഠമായിട്ട് അവർ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം കാർഷിക പെരുന്നാളായതുകൊണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സാധാരണ കൊയ്ത്ത് തുടങ്ങി 7 ആഴ്ചകളാണ് കൊയ്ത്ത് നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ വരുന്ന ദിവസത്തെ അവർ പെന്തക്കോസ് ദിനമായിട്ട് ആഘോഷിക്കുന്നു.
ചരിത്രകാരനായ ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: പെസഹ നാളിലെ 80-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്തായി ആഘോഷിക്കുന്നത്. എല്ലാ ഐശ്വര്യത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന വിശുദ്ധ ദിവസമാണോ ഇത്? എല്ലാ ഐശ്വര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു ദിവസം. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേറ്റ യേശുവിൽ കൂടെ ലഭിച്ച വാഗ്ദത്വ നിവൃത്തിയാണോ ഇത്? ഇത് നാം കണ്ടു പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ ദൈവത്തിന്റെ ലഭിച്ച ഒരു നിയമത്തിന്റെ ആഘോഷങ്ങളുടെ ഒരു ദിനമായിരുന്നുവെങ്കിലോ പുതിയ നിയമത്തിൽ ഉയർത്ത കർത്താവ് ശിഷ്യർക്ക് നൽകിയ വാഗ്ദത്വത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് നമുക്കിത് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് ദിനത്തെ സഭയുടെ ആരംഭ ദിനമായിട്ട്, സഭയുടെ ജന്മദിനമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഈ വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുവിന്റെ കൽപ്പന പ്രകാരം കാത്തിരുന്ന ശിഷ്യന്മാർക്ക് അതിലെ സംഘത്തിന്മേൽ പ്രവാചകനായ യോവേൽ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെതായ അഭിഷേകത്തിന്റെ ദിനമായിരുന്നു ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത്. യോവേൽ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചുവല്ലോ: അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാവരും ചെയ്യുവാനായിട്ട് സാധിക്കും, പ്രവചിക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു നിവർത്തീകരണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബൈബിളിൽ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 29:8-9, എസെക്കിയേൽ 36:25 മുതൽ 27 വരെയും, അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുകൾ അല്ലെങ്കിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത്: പരിശുദ്ധാത്മാവേ, വന്നു ഞങ്ങളെ പുതുക്കണമേ. സഭയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഇന്നത്തെ കോണ്ടസ്റ്റിലോ സഭയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് 1991 നടന്ന വേൾഡ് ചർച്ച് കൗൺസിൽ പോലും ഈ വിഷയത്തെ ഒരു ചിന്താ വിഷയമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഈ വിഷയത്തെ അവർ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയ ദൈവസഭയെ, നമ്മുടെ ജീവിതങ്ങളിൽ, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നാം കീഴ്പ്പെടുമ്പോൾ മാത്രമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്, ഒരു ജീവിതത്തിന് ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം 85:6 കോരഹ് പുത്രന്മാർ ദൈവത്തോട് അപേക്ഷിക്കുന്നത്: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി അവർ ദൈവത്തോടുകൂടെ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടോ അത് മാറുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അതെന്താണ്? ഒരു വ്യക്തിയാണ്. അതൊരു ശക്തിയായിട്ട് മാത്രം നാം അനുഭവിക്കുന്നതല്ല, ത്രിത്വത്തിൽ മൂന്നാമനായി ഒരുവനായി ഇന്ന് നമ്മോടിരുന്ന് നമുക്ക് ആലോചന നൽകി ഒരു കാര്യസ്ഥന്റേതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തു വരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യസ്ഥനായിട്ട് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിൽ യഥാർത്ഥമായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. എങ്ങനെയാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുക? ഇന്ന് നാം ചിന്തിച്ച പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകൻ 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ വലിയൊരു ദർശനത്തെ അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ഒരു ചൈതന്യത്തെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി ആത്മാവിനാൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ വന്ന പാപത്തെ കുറിച്ചും
ഒരു നീതിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഈ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലോ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഒരു ദൈവത്തിന്റെ നീതി വിശുദ്ധിയാണ്. ദൈവത്തിന്റെ നീതി വിശുദ്ധി ആയതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് അവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ചോ നമുക്കൊരു ബോധം വരുത്തുന്ന ഒരു ആത്മാവായി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ എന്താണ് കാരണം എന്ന് നോക്കുമ്പോൾ അതിന്റെ 3 സെന്റൻസുകളിലോ ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക. ഈ പാപം എന്തോ എന്ന് നോക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത വാക്യം വായിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വായിക്കുക. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ടോ പാപത്തെക്കുറിച്ച് നോക്കുക. മതി. അവർ എന്നിൽ വിശ്വാസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. അതുകൊണ്ട് പാപം എന്തോ എന്ന് നോക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിയാതിരിക്കുന്നത് അത് പാപമാണോ? അതുകൊണ്ട് ദൈവമക്കളെന്ന് നാം അവകാശപ്പെട്ടുകൊണ്ട് ആ അവകാശത്തിന് കീഴിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തെ അറിയേണ്ട രീതിയിൽ നമുക്ക് അറിയുവാനും അനുഭവിക്കേണ്ട രീതിയിൽ നമുക്ക് അനുഭവിക്കുവാനുമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഇടവരാവാനായിട്ട് സാധിക്കുന്നില്ല. നാം നമ്മുടെ ജീവിതങ്ങളിൽ യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിയണം. യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ യഹൂദന്മാർ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ യേശുവിനെ എന്ത് ചെയ്തത്? ക്രൂശീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നത്. യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരെ രക്ഷിക്കുന്ന, അവരെ വീണ്ടെടുക്കുന്ന, അവർക്ക് പാപമോചനം വരുത്തുന്ന ഒരു രക്ഷകൻ കടന്നു വരുമെന്ന് അവർ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ അവർ അറിയേണ്ട രീതിയിലും മനസ്സിലാക്കേണ്ട രീതിയിലും മനസ്സിലാക്കാത്തത് കൊണ്ട് അവിടെ ജീവിതത്തിൽ യേശുവിൽ കൂടെ ലഭിക്കുന്ന പാപമോചനം അവർക്ക് ലഭിക്കുവാനായിട്ടോ ഇടയായി തീർന്നില്ല. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലത്രേ. അതല്ല, കൃപയാലാണോ അതോ നാം ഒന്ന് ചെലവഴിച്ചത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടതോ? ദൈവത്തിന്റെ ദാനമായ കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നാം കാരണഭൂതരുമല്ല എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിൽ പ്രിയ ദൈവസഭയെ, നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കേണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാനായി കടമപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വേണ്ടി വിധേയപ്പെട്ടുകൊണ്ട് യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് ദൈവകൽപ്പനകൾക്ക് അനുസരമായിട്ട് നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അർത്ഥപൂർണമായി തീരുവാൻ സാധിക്കുന്നത്. ചൈനയിലെ ഒരു നൊട്ടോറിയസ് ആയ ക്രിമിനൽ വളരെ അനേക ഭവനഭേദം നടത്തി അവിടുത്തെ സാധനങ്ങൾ കൊള്ളയടിക്കുകയും അനേകരെ മരണത്തിനായിട്ടോ ഏൽപ്പിച്ചു കൊടുത്തതായ ഒരു വ്യക്തിയാണ് ലിയോ. ആ ലിയോ ഒരു രാത്രിയിൽ ഒരു ഭവനഭേദം നടത്തി അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിച്ചോ ഭവനത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ ആ ഭവനത്തിന്റെ മുമ്പിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. വായിക്കാം. നാം വായിച്ചു കേട്ട അതേ വാക്യം യോഹന്നാൻ 16:8 ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കുക. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, ലോകത്തിന് ബോധം വരുത്തും. നോക്കുക, ആ വചനം ആ നൊട്ടോറിയസ് ആയിട്ടുള്ള ആ ക്രിമിനലിനോ അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ ഒരു നിമിഷം വചനം നോക്കിയ ശേഷം അവൻ ചിന്തിച്ചു, എന്നെ പാപബോധം വരുത്തുന്ന ഒരു രക്ഷകൻ ഉണ്ട് എങ്കിലോ, എനിക്ക് നീതി നൽകുന്ന ഒരു രക്ഷകൻ ഉണ്ട് എങ്കിലോ,
എന്നെ ന്യായം വിധിക്കുന്ന ഈ ലോകത്തിലെ ന്യായാധിപന്മാരെക്കാൾ ഒരു ന്യായാധിപതി എനിക്കായി ഉണ്ട് എങ്കിലോ ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അന്ന് അവന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ, അവന്റെ തൊഴിലുകളിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കുവാനായിട്ടോ ഇടയായി തീർന്നു. എന്നാൽ ആ വ്യക്തി അവിടെ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 24-ാം അധ്യായം 24 മുതൽ 25 വരെ ഭാഗങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നതായ സുവിശേഷത്തെ മനസ്സിലാക്കിയ ശേഷം പൗലോസിനെ വിളിച്ചു വരുത്തി സുവിശേഷം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ആഗ്രഹിച്ച ഫെലിക്സോ പൗലോസ് പറഞ്ഞതായിട്ടുള്ള അത് വായിക്കാം 24-25. പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവന്റെ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. നോക്കുക, ആ നൊട്ടോറിയസ് ആയ ക്രിമിനൽ ലിയോ ഒരു വചനത്താൽ അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായി സാർപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഈ ഫെലിക്സോ തന്റെ ജീവിതത്തിൽ അവൻ കേട്ട ദൈവവചനത്താൽ ഭയപരവശനായി പൗലോസിനോട് പറയുകയാവുന്നു, ഇപ്പോൾ പോക, പിന്നെ ആവശ്യമുള്ളപ്പോൾ നിന്നെ വിളിച്ചു വരുത്താം. കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഈ പൗലോസ് ഒരു തടവുകാരനായിട്ട് റോമ ഗവർണറായിരിക്കുന്ന ഫെലിക്സിന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നതാണോ? ഈ ഫെലിക്സ് എന്ന് പറയുന്നവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. കൈക്കൂലികളും മറ്റും വാങ്ങി തന്റെ ജീവിതത്തെ ആർഭാടപരമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ അവന്റെ സ്വഭാവ ദൂഷ്യം അവനെ ഇന്ദ്രിയജയങ്ങളിൽ ജയിക്കുവാനായിട്ട് അവന് കഴിയാത്തത് കൊണ്ട് അവൻ കേട്ടതായ സുവിശേഷം അവന്റെ ജീവിതത്തെ ഭയം ഉളവാക്കുവാൻ ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ അവിടെ പറയുന്നത്, അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, അവന്റെ ഭാര്യയും ഈ ഫെലിക്സിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവന്റേതായിട്ടുള്ള പ്രവൃത്തികൾ അവൻ മനസ്സിലാക്കുമെന്ന് ചിന്തിച്ചോ പൗലോസിനെ പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെയാണ് ആ കള്ളന്റെയും ഈ ഗവർണറായിരിക്കുന്ന ഫെലിക്സിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരങ്ങളുടെ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ നീതീകരണത്തിനായിട്ട് നാം അപേക്ഷിക്കണം. ആത്മാവിന്റെ നീതീകരണം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചാൽ മാത്രമേ പാപത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകുവാനായിട്ട് ആ പരിശുദ്ധാത്മാവിന് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ രൂപാന്തരപ്പെട്ട ആ ലിയെ പോലെ നമ്മുടെ ജീവിതങ്ങളിലും രൂപാന്തരപ്പെട്ട ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. രണ്ടാമതായിട്ട് നാം വായിച്ചു കേട്ട ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങള്. അതിൽ നമുക്കറിയാം, ഒരു നിർജീവമായിരിക്കുന്ന ഒരു അസ്ഥികൂട്ടങ്ങളുടെ അടുക്കിലേക്ക് പ്രവാചകനായ ഹെസ്കേലിനെ ദൈവാത്മാവ് നടത്തുന്ന ഒരു സന്ദർഭമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസറാൽ പോകപ്പെട്ട യഹൂദന്മാരുടെ ഇടയില് പ്രത്യാശയില്ലാതെ ഇനിയൊരു മടങ്ങിവരവില്ല എന്ന് ചിന്തിച്ച് അവിടെ ജീവിതത്തിൽ ദുഃഖിതരായി നിരാശരായി കഴിയുമ്പോഴാണ് ഈ യെഹെസ്കേലിന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ പ്രവചിക്കുവാനായിട്ടുള്ള ആഹ്വാനം ലഭിക്കുന്നത്. അവനെ താഴ്വരയില് കൂട്ടമായി കിടക്കുന്ന അസ്ഥികൂട്ടങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിപ്പിച്ചിട്ട് ആ പ്രവാചകനോടുകൂടെ കർത്താവ് പറയാകുന്നു, നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കാം. അങ്ങനെ ആദ്യം ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. അപ്പോഴാണ് പ്രവാചകനായ യെഹെസ്കേൽ പറയുന്നത്, കർത്താവേ, അങ്ങറിയുന്നു നമ്മുടെ ജീവിതങ്ങളെ, നിർജീവമായ അവസ്ഥകളെ ചലനമുള്ളതാക്കി തീർക്കുവാൻ, നിർജീവ അവസ്ഥകളിൽ നിന്ന് ജീവനുള്ള ഒരു തേജസ്സിലേക്ക് മാറ്റി രൂപപ്പെടുത്തുവാൻ അറിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ്?
ആ യെഹെസ്കേൽ പ്രവാചകനോട് പറയാവുന്നു, നീ ഈ അസ്ഥികളെ നോക്കി, ഈ അസ്ഥിക്കൂട്ടങ്ങളെ നോക്കി പ്രവചിക്ക. യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടോ? അസ്ഥിയോട് വന്നു ചേരുകയും ഞരമ്പും മാംസവുമായി ഒരു ശരീരമായിട്ട് അതൊക്കെ അതിൽ പൊതിഞ്ഞോ, അത് ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു. എന്നാൽ രൂപാന്തരപ്പെട്ട ശേഷവും അത് ജീവനുള്ളതായി തീർന്നില്ല. ജീവനുള്ളതായി തീരാത്തതിന് കാരണം അതിൽ ആത്മാവില്ലാത്തത് കൊണ്ട് അത് നിർജീവമായി തന്നെ കാണുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ ശരീരത്തിൻ്റെതായ അസ്ഥിക്കുട്ടങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഈ ശരീരം നമ്മുടെ ജീവിതത്തിൽ അത് ഇപ്പോഴും ക്രിസ്തുവിന് പ്രയോജനമില്ലാത്ത ഒരു നിർജീവ വസ്തുവായി നാം സൂക്ഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എങ്കിലോ ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഈ ശരീരം ദൈവത്തിന് മഹത്വമുള്ള, ദൈവത്തിന് മാനമുള്ള, ദൈവ പ്രവൃത്തിക്കായിട്ട് പ്രയോജനമുള്ള ഒരു ശരീരമായി മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉണർവോ നിറവോ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ, അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടോ ചലനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കോ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ പറയുന്നു ശരീരമായി തീർന്നു, ജീവനില്ല. ആ സമയത്താണ് പ്രവാചകനോട് പറയുകയാവുന്നു, കാറ്റിനോട് ശ്വാസം ഊതാനായിട്ട്. അവൻ പ്രവചിച്ചു, 4 കാറ്റുകളും വന്നു, അത് ശ്വാസത്താൽ അത് നിറയപ്പെട്ടു, അത് ജീവനുള്ളതായി തീർന്നു, അത് സൈന്യമായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെയും പ്രത്യാശയില്ലാതിരുന്ന, അതുവരെയും ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന യഹൂദന്മാരുടെ മധ്യത്തിലോ ആ പ്രവചനം അതൊരു പൂർത്തീകരണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ, അതൊരു സൈന്യമായി ചലിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അനേകർക്ക് വേണ്ടി മുറവിളി കൊട്ടുന്ന ഒരു ജീവനുള്ള ഒരു ചേതസ്സായി മാറുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഭയെ, നമ്മുടെ ജീവിതങ്ങളില് ഒരു ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ ചൈതന്യം, ആത്മാവിനാൽ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ, ആത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും അത് ചൈതന്യമുള്ളതായി തീരും, അത് ചലിക്കുന്നതായി തീരും, അത് പ്രയോജനമുള്ളതായി തീരും, അത് അനേകർക്ക് അനുഗ്രഹകരമായി തീരുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി മാത്രം, അവർക്ക് മാത്രമേ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കണമേ. രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതങ്ങളില് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ളവർക്ക് നിർജീവമായതിനെ ജീവനുള്ളതാക്കുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ നിർജീവമായതിനെ ജീവനുള്ളതാക്കി തീർക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം നിർജീവവും ജീവനുള്ളതും തമ്മിലുള്ള വ്യത്യാസം. നിർജീവന്റെയും ചലനമുണ്ടാകുകയില്ല, അതോ ചീഞ്ഞഴുകി പോകുന്ന അവസ്ഥ. എന്നാൽ ജീവനുള്ളതാണെങ്കിലോ അത് ചലിക്കും, അനേകർക്ക് പ്രയോജനകരമായി തീരും, അതോ ജീർണിച്ചു പോകുന്ന ഒരവസ്ഥയിലോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുവെങ്കിൽ അത് ചലിക്കുക തന്നെ ചെയ്യും. അത് ജീവനുള്ളതായിട്ട് ശോഭിക്കുമ്പോൾ അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഭക്തന്മാർ പാടിയല്ലോ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു ജീവജലനദി എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് ഒഴുകി വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം പ്രയോജനകരമായി തീരത്തുള്ളൂ. മൂന്നാമതായിട്ടും അവസാനമായി ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞാൽ മാത്രമേ കൂട്ടായ്മകളിൽ വളരുവാൻ സാധിക്കത്തുള്ളൂ. ജീവിതങ്ങളിലെ കുറവുകൾ ഏറ്റുപറയുവാൻ കഴിയുന്നവർക്ക് മാത്രമേ കൂട്ടായ്മയിൽ വളരുവാനും പരിശുദ്ധാത്മാവെ നമ്മെ പുതുക്കണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച ഒരു വലിയൊരു കൂട്ടത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആ പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1:4 വായിക്കാം.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിപ്പിൻ. അതിന്റെ താഴത്തെ വാക്യം കൂടെ. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. ആ 8ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടോ യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാണ്. നോക്കുക, നാം ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ആ ശക്തി പ്രാപിച്ചുകൊണ്ട് ലോകത്തിന്റെ കോണോളം എത്തിച്ചേരുവാൻ, ദൗത്യമായി കടന്നു ചെല്ലുവാൻ ആ ദൈവകൃപ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? മാളിക മുറിയിൽ കൂടിയിരുന്നു. എത്ര പേരാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു? 120 പേർ ഉണ്ടായിരുന്നുവെന്ന് 2:1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 2ാമത്തെ വാക്യം വായിച്ചിട്ട് 2:2. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. നോക്കുക, അവിടെ പ്രത്യക്ഷനാവുന്നത് പരിശുദ്ധാത്മാവാണ്. അവർ ഒരു മനസ്സോട് കൂടിയിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത അതേ ആത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ നിറയ്ക്കണമെന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടെ അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കണമേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ അവരവിടെ കൂടിയിരുന്നു. അവരുടെ ഇടയിലേക്ക് അഗ്നി പിളർന്നിരിക്കുന്ന നാവുകളാൽ അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഇറങ്ങിയപ്പോൾ സംഭവിക്കുന്നതാണ് 9 മുതൽ 11 ഭാഗങ്ങള്. അവിടെ ഉണ്ടായിരുന്നവർ പല ഭാഷക്കാർ, പല രാജ്യക്കാർ, പരസ്പരം അറിയാത്തവർ, എന്നാൽ തങ്ങളുടെ സ്വന്തം ഭാഷകളില് അവർ പ്രവചിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, അതാണ് ഒരു കൂട്ടായ്മയുടെ അനുഭവം. അതാണ് നമ്മുടെ ജീവിതങ്ങൾ ഒത്തൊരുമയുടെ ഒരു ജീവിതത്തിൻ്റെതായ ഒരു ഐക്യത്തിന്റെ അനുഭവം. പലപ്പോഴും സഭകൾ ഇന്ന് അനൈക്യത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനൈക്യത്തിന്റെ അനുഭവങ്ങൾ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കോ സഭയ്ക്കോ പോകുവാനായിട്ടോ കഴിയാതിരുന്നത്. 1947 നമ്മുടെ CSC ഐക്യസഭ രൂപപ്പെടുമ്പോഴോ അന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് പലവിധമായ ഓർഗനൈസേഷനിലോ അതിന്റെ സംഘാടകരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ് ഒരു ഐക്യസഭയായി ദക്ഷിണേന്ത്യ സഭ രൂപപ്പെടുവാൻ ഇടയായി തീർന്നത്. ഒരു അനൈക്യത്തിന്റെ അനുഭവത്തിൽ കൂടെ, കൂട്ടായ്മയുടെ ബന്ധമില്ലാതെ ഒരു കുറവുകളെ പരസ്പരം ഉണരുവാനായിട്ടോ മനസ്സിലാതെ പോയിരുന്നുവെങ്കിൽ ഒരു ഐക്യസഭ രൂപപ്പെടുവാനായിട്ടോ കഴിയുകയില്ലായിരുന്നു. ക്രിസ്തുവിൽ പ്രിയ സഭയെ, നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ആത്മാവിന്റെ അഭിഷേകം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുറവുകളെ, ജീവിതത്തിലെ കുറവുകളെ നിങ്ങൾ പരസ്പരം ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ജീവിതത്തിന്റെ കുറവുകളെ നിങ്ങൾ ഏറ്റുപറയണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ നാം വായിക്കുമ്പോഴോ ഏലിയാവ് അവിടെ ഒരു യാഗം അർപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്തോ അവിടെ ഇടിഞ്ഞു കിടന്ന് യാഗപീഠത്തെ പണിയുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ എത്ര കല്ലാണ് അവൻ എടുത്തത്? ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം 12 കല്ലുകൾ എടുത്തോ അവിടെ എന്ത് ചെയ്തു? അവൻ യാഗപീഠം പണിതു. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു എന്നാണ് പറയുന്നത്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഇടയപ്പെട്ട, തകരപ്പെട്ട അവസ്ഥയിലായിരുന്നു.
ആ യാഗം ഇറങ്ങണമെങ്കിൽ, ആ യാഗവസ്തു ദഹിക്കണമെങ്കിൽ അവന്റെ ജീവിതങ്ങളിൽ അവർ നിരപ്പിന്റെ അനുഭവങ്ങളിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഒന്നാമതായി ചെയ്യുന്നത്, ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിയുന്ന ആ നിരപ്പിന്റെ അനുഭവങ്ങളിലേക്ക് അവരെ കൂട്ടിവരുത്തുന്ന അനുഭവം ഉണ്ടായത്. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഉണർന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ച് ഒരു നിരപ്പിന്റെ അനുഭവങ്ങൾ വന്നാൽ മാത്രമേ കൂട്ടായ്മയിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകളെ നമുക്ക് ഉണരുവാനായിട്ട് സാധിക്കുമോ? സാധിച്ചാൽ ദാനമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലും നിറയപ്പെടും, നമ്മുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം നമുക്ക് പ്രകടമാക്കുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു. ആ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആ ഒരു അനുഭവത്തിലേക്കോ ഞാൻ നിങ്ങളും കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയ സഭയെ, നമ്മുടെ ജീവിതങ്ങളെ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിലോ കർത്താവിനോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലോ പരിശുദ്ധാത്മാവെ വന്ന് ശക്തി പകരണമേ എന്നുള്ള ആ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലോ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അടുത്ത് ചെല്ലാം.
പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വന്ന് ഞങ്ങളെ പുതുക്കണമേ. പരിശുദ്ധാത്മാവേ, വന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ബോധം വരുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ ഉണരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയാൽ നീ ഞങ്ങളെ നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, ഞങ്ങളുടെ കുറവുകളെ ഉണരുവാൻ, ഞങ്ങൾ ജീവനുള്ള വസ്തുവായി ചലിക്കപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്ത് ഞായറിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്ത് ഞായറായി കൂടി വരുവാൻ, പെന്തക്കോസ്തിൻ്റെതായ ആ ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കപ്പെടുവാൻ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ കുറവുകൾ ഉണർന്നുകൊണ്ട് ഒരു അനുതാപത്തോടുകൂടെ ദൈവമുഖം അന്വേഷിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് നന്ദി യേശുവേ. ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ നീ ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം പുതുക്കപ്പെടുവാൻ, കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ നിന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ. അവരെല്ലാം യേശുവിന്റെ തിരുകൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് അവരുടെ ജീവിതങ്ങളിൽ അവർ ഉച്ചരിച്ചുകൂടാത്ത കർത്താവ് രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിന്റെ മക്കൾ വ്യാപൃതമാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. കാരുണ്യവനായ ദൈവമേ, പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. എവിടെല്ലാം ആയിരുന്നുകൊണ്ട് നിന്റെ മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, അവിടെ അങ്ങയുടെ സാന്നിധ്യം വഹിച്ച് അവൻ അനുഗ്രഹിക്കണമേ. ഈ ഒരാഴ്ച കാലഘട്ടം നിന്റെ മക്കള് അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാൻ ദൈവ സാന്നിധ്യം കൊണ്ട് മൂടിമറയ്ക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്നവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ബന്ധുക്കൾക്ക് മോചനം നൽകണമേ. കർത്താവിന്റെ സമാധാന സന്തോഷവും അപ്രകാരമുള്ള ജീവിതങ്ങൾ നൽകണമേ. ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ ദൈവം കടാക്ഷിക്കണമേ. അവരുടെ കിടക്കകളെ മാറ്റിവരിക്കണമേ. കർത്താവ്, രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ നിന്റെ മക്കളെ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായി ഞങ്ങളെയും ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി അങ്ങ് നിയോഗിച്ചുവല്ലോ, അങ്ങ് ശക്തീകരിച്ചുവല്ലോ. നന്ദി, മഹത്വം എടുക്കണം. നസ്രേനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ആശീർവാദം വീടാതെ വണ്ണം തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ നടത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച ചിന്തിച്ച സകല കാര്യങ്ങളോടും നമ്മുടെ ജീവിത പ്രവർത്തന മേഖലകളോടും നിരന്തരം കൂടി ഇരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. സമാധാനത്തോടെ പോയി വരുവൻ. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.